ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. കുഞ്ഞുങ്ങളുടെ ശവമഞ്ചത്തിന് ഭാരം കൂടുതലാണ്. അതെ, കോടതിയുടെ ആ വാക്കുകളെല്ലാം സത്യമാണ്. 4 വർഷം മുൻപ് ഒരു രാത്രി അച്ഛൻ്റെ അരികിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു 1.5 വയസ്സുകാരൻ, എപ്പോഴും പുഞ്ചിരി തൂകുന്ന ഒരു പൊന്നോമന. അവിടെയാണ് നരാധമയായ 22 വയസ്സുകാരി ശരണ്യ എന്ന അമ്മ കടന്നെത്തിയത്. അവൾക്ക് ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: സ്വന്തം സുഖം. കാമുകനൊപ്പം ജീവിക്കണം. അതിനായി അവൾ ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഉറങ്ങിക്കിടന്ന ആ കുഞ്ഞിനെ ആ പെറ്റമ്മ എടുത്തുകൊണ്ടുപോയി കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നു, കരിങ്കല്ലിൽ എറിഞ്ഞു കൊന്നു. അമ്മ എന്ന വാക്കിന് ലോകം കൽപ്പിച്ച വിശുദ്ധിക്ക് മേൽ ചോര പുരണ്ട ഒരു കറുത്ത അധ്യായമാണ് ശരണ്യ എന്ന അമ്മ. കണ്ണൂർ തയ്യിലിലെ കടൽ തിരമാലകൾക്ക് ഇന്നും ആ പിഞ്ചു കുഞ്ഞിന്റെ നിലവിളി ഓർമ്മയുണ്ടാകും. സ്വന്തം സുഖത്തിന് വേണ്ടി, കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി 1.5 വയസ്സുകാരൻ വിയാനെ കടൽ ഭിത്തിയിലെ കരിങ്കല്ലിനിടയിലേക്ക് എറിഞ്ഞുകൊന്ന ശരണ്യ ഒടുവിൽ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കും. പക്ഷേ ഈ വിധി കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ബാക്കിയാകും: ഈ കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ശരണ്യ മാത്രമായിരുന്നു പങ്കാളി. 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി ശരണ്യയെ കുറ്റക്കാരിയായി വിധിച്ചു. എന്നാൽ ഈ ക്രൂരകൃത്യത്തിന് ശരണ്യയെ പ്രേരിപ്പിച്ചുവെന്ന് പോലീസ് ആരോപിച്ച സുഹൃത്തായ നിതിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. ഇവിടെയാണ് അന്വേഷണ സംഘത്തിന്റെ പരാജയം ചർച്ചയാകുന്നത്. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഇത്രയും വലിയൊരു പാതകം തനിയെ ചെയ്യാൻ കഴിയും. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കുഞ്ഞിനെ കാണാതായെന്ന് പരാതി നൽകി മണിക്കൂറുകളോളം നാടകം കളിച്ച ശരണ്യയെ നാം കണ്ടതാണ്. സ്വന്തം കുഞ്ഞിനെ കൊന്ന ശേഷം ഒന്നും അറിയാത്തവളെ പോലെ പെരുമാറിയ ആ മനസ്സിന്റെ ക്രൂരത ഏതൊരു കുറ്റവാളിയെയും തോൽപ്പിക്കുന്നതാണ്. കാമത്തിന് മുന്നിൽ മാതൃത്വം അടിയറവ് വെച്ച ശരണ്യ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരതയുടെ മുഖമായി മാറി. ശരണ്യയെ ചതിച്ചത് ശരണ്യയുടെ ദേഹത്ത് പറ്റിയ ഉപ്പുവെള്ളവും ഒപ്പം കാണാതായ ചെരുപ്പുമായിരുന്നു. ആ കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന വേളയിൽ അവളുടെ ഒരു ചെരുപ്പ് നഷ്ടമായി. അതാണ് അന്വേഷണ സംഘത്തിന് വഴിത്തിരിവായത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എവിടെയാണ് പിഴയ്ക്കുന്നത്? സോഷ്യൽ മീഡിയയിലൂടെയും അവിഹിത ബന്ധങ്ങളിലൂടെയും ജീവിതം നശിപ്പിക്കുന്നവർ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഇരയാക്കുന്നത് നാം എത്ര കാലം നോക്കി നിൽക്കും? ശരണ്യയെ പോലെയുള്ളവർക്ക് ലഭിക്കുന്ന ശിക്ഷ സമൂഹത്തിന് വലിയൊരു താക്കീതാകണം. നീതിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു എന്ന് നാം ആശ്വസിക്കുമ്പോഴും വിയാനെന്ന ആ പിഞ്ചോമനയുടെ മുഖം നമ്മുടെ മുന്നിലുണ്ട്. അവന് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവനെ സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ അവനെ മരണത്തിലേക്ക് തള്ളിയിട്ടു. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: ശരണ്യയെ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടന്നു. നിതിൻ എന്ന സുഹൃത്തിനെ വെറുതെ വിട്ടത് അന്വേഷണ സംഘത്തിന്റെ തെളിവ് ശേഖരണത്തിലെ പാളിച്ചയല്ലേ? ഇനി ഒരു വിയാൻ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ നിയമങ്ങൾ ഇത്രമാത്രം ദുർബലമായാൽ മതിയോ? ശരണ്യ കുറ്റക്കാരിയാണെന്ന വിധി നിയമത്തിന്റെ വിജയമായിരിക്കാം. പക്ഷേ തകർക്കപ്പെട്ടത് ഒരു കുഞ്ഞിന്റെ ജീവനും അമ്മയെന്ന പദവിയുടെ മഹത്വവുമാണ്. കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ ഉറപ്പിക്കുന്നതിനൊപ്പം ഇത്തരം ഗൂഢാലോചനകളിൽ പങ്കാളികളാകുന്ന ഓരോ വ്യക്തിയും നിയമത്തിന് മുന്നിൽ വരുത്തുണ്ടെന്ന് ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് കഴിയണം. നിശബ്ദമായി പോയ വിയാന്റെ ശ്വാസത്തിന് നീതി ലഭിക്കണമെങ്കിൽ ഈ ക്രൂരതയ്ക്ക് പിന്നിലെ എല്ലാ വേരുകളും അറുത്തു മാറ്റപ്പെടണം.